तू ही तो जन्नत मेरी, तू ही मेरा जुनू, तू ही तो मन्नत मेरी, तू ही रूह का सुकून, तू ही आँखों की ठंडक, तू ही दिल की है दस्तक। और कुछ ना जानू, बस इतना ही जानू, तुझ में रब दिखता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। सजदे सर झुकता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। ना कुछ पूछा, ना कुछ मांगा, तूने दिल से दिया जो दिया। ना कुछ बोला, ना कुछ तोला, मुस्कुरा के दिया जो दिया। तू ही धूप, तू ही छाया, तू ही अपना पराया। और कुछ ना जानो, बस इतना ही जानो, तुझ में रब दिखता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। सजदे सर झुकता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। रब ने बना दी जोड़ी മ്യൂസിക് ആൻഡ് മോർ മ്യൂസിക്, ദാറ്റ് ഈസ് വാട്ട് ഡ്യുവറ്റ് ഇസ് ഓൾ അബൌട്ട്. ഞാനും എൻ്റെ പ്രിയപ്പെട്ട മ്യൂസിഷ്യൻസ് എല്ലാവരും കൂടി ഡ്യുവറ്റിൻ്റെ മറ്റൊരു മ്യൂസിക്കൽ എപ്പിസോഡിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കണ്ടു, നമ്മളോടൊപ്പം അപർണ ഉണ്ടായിരുന്നു. അപർണ കുറേ നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി പാടി തന്നു. അപർണയുടെ വിശേഷങ്ങളും പാട്ടുകളും ഇപ്പോഴും തീർന്നിട്ടില്ല, ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം ഓൺ ഡ്യുവറ്റ് വൺസ് അഗൈൻ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, അപർണ രാജീവ്. അപർണ, വെൽക്കം ബാക്ക് ടു ഡ്യുവറ്റ്. താങ്ക് യു. തീർച്ചയായിട്ടും ONV കുറുപ്പ് സാറിൻ്റെ കൊച്ചുമകളാവുമ്പോൾ കമ്പോസേഴ്സിൻ്റെയും ലിറിക് റൈറ്റേഴ്സിൻ്റെയും ഒരു ഫ്രെറ്റേണിറ്റിയോട് ഒരു അടുപ്പം നാച്ചുറലി ഉണ്ടാവുമല്ലോ. ആ ഒരു സർക്കിളിനോടുള്ളൊരു അഫിനിറ്റി കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഇപ്പം ONV കുറുപ്പ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടും ലിറിക് റൈറ്റേഴ്സായിട്ടും ഒക്കെ കൂടുതൽ സംസർഗം ചെയ്യാനായിട്ടുള്ള അവസരം കൂടുതൽ കിട്ടിയിട്ടുണ്ടാവില്ലേ? ആ കാലത്തിൽ അങ്ങനെ എനിക്ക് എൻ്റെ അച്ഛനാണ് അങ്ങനെ കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ പല സമയത്തും കമ്പോസിങ് ആ സമയത്തൊക്കെ അച്ഛനും കൂടെ ഇരുന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ പല ഗ്രേറ്റ് ആയിട്ടുള്ള സോങ്സിന്റെ കമ്പോസിങ് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു അടുപ്പം ഉള്ളത് കൂടുതൽ ദേവരാജൻ അപ്പൂപ്പനോടാണ്. ഞാൻ അപ്പൂപ്പാന്നാണ് വിളിക്കുന്നത്. ആദ്യം ദേവരാജൻ മാഷിനെ മുത്തശ്ശനായിട്ട് അത്രയും അടുപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ദേവരാജ് അപ്പൂപ്പൻ്റെ അടുത്തുനിന്ന് കുറച്ച് നാൾ പാട്ടിങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ടുകൾ ചിലത് പറഞ്ഞുതരാം. അങ്ങനെ ഒരു എന്നോട് വരാൻ പറഞ്ഞു, ഇങ്ങനെ പാട്ട് പഠിക്കാൻ കുറച്ച് നാൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ആ സമയത്ത് പഠിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അവസാനം ചെയ്ത ആൽബം മരിക്കുന്നതിന് മുമ്പ് അതിലും ഒരു പാട്ട് പാടാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമസ്കരിച്ചുകൊണ്ട് ഒരു പാട്ട്
തീർച്ചയായിട്ടും ദേവരാജ മാസ്റ്റർ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി കാറ്റിലും കാറ്റിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടിലും ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. പിന്നെ ഈ ഒരു പാട്ട് ഒരു കുറച്ച് ഡിഫറെന്റ്. എനിക്ക് തോന്നുന്നു അപർണയുടെ ഒരു പേഴ്സോണിക്ക് പറ്റിയ പാട്ടാണ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പം അപർണയുടെ ഒരു സ്വീറ്റ് വോയിസിൽ അത് കേൾക്കാൻ ഐ കാൻ വെയിറ്റ് ആക്ച്വലി നമുക്കത് കേൾക്കാൻ എന്തായാലും. ശകുന്തള പാടിയ മായാമോഹനഗാനം.
ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. Absolute tribute to Devarajan Master. Thank you. Beautiful. Beautiful. Thank you.